മെയ് 30 ആർക്കിലെ വിശുദ്ധ ജോവാൻ. ബന്ദികൾ, സൈനിക ഉദ്യോഗസ്ഥർ, ഭക്തിയുടെ പേരിൽ പരിഹാസപ്പെടുന്നവർ, എമർജൻസി സർവീസിനായി സേവനമനുഷ്ഠിക്കുന്ന സ്ത്രീകൾ, വനിതാ സൈനികർ എന്നിവരുടെ രക്ഷാധികാരി. ജോവാൻ ഇംഗ്ലീഷുകാർക്കെതിരെ ഫ്രഞ്ച് സൈന്യത്തെ നയിക്കുകയും ഓർലിയൻസ്, ട്രോയിസ് നഗരങ്ങൾ തിരിച്ചുപിടിക്കുകയും ചെയ്തു. അടുത്ത വർഷം കോമ്പിങ്ങിനടുത്ത് നിന്ന് പിടികൂടിയ ജോവാനെ ഇംഗ്ലീഷുകാർക്ക് വിൽക്കുകയും പാഷണ്ഡതയ്ക്കും മന്ത്രവാദത്തിനും വേണ്ടി വിചാരണ ചെയ്യപ്പെടുകയും ചെയ്തു. പാരീസ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാർ അവരുടെ വിചാരണയിൽ ജഡ്ജിയായിരുന്ന ബ്യൂയിസിലെ ബിഷപ്പ് പിയറി കൗച്ചിനെ പിന്തുണച്ചു. ഇംഗ്ലണ്ടിലെ വിൻചെസ്റ്ററിലെ കർദിനാൾ ഹെൻറി ബ്യൂഫോർട്ട് ജയിലിൽ ജോവാനെ ചോദ്യം ചെയ്തു. അവസാനം പുരുഷന്മാരുടെ വസ്ത്രം ധരിച്ചതിന് അവളെ അപലപിച്ചു. ഫ്രാൻസിൻ്റെ സൈനിക വിജയത്തിൽ ഇംഗ്ലീഷുകാർ നീരസപ്പെട്ടു. 1431 ജോണെ റൂണിലെ സ്തംഭത്തിൽ ചുട്ടുകൊല്ലുകയും അവളുടെ ചിതാഭസ്മം സീൻ നദിയിൽ വിതറുകയും ചെയ്തു. മരണാന്തരം പുനർവിചാരണയുടെ ഉദ്ഘാടന സമയത്ത് തൻ്റെ മകൾക്ക് വേണ്ടി അമ്മ ഇസബൽ സംസാരിച്ചു. 1456 ജൂലൈ 7 ജോവാൻ കുറ്റവിമുക്തയാക്കപ്പെട്ടു. 1920 മെയ് 16 റോമൻ കത്തോലിക്ക സഭയുടെ വിശുദ്ധയായി ബെനഡിക്ട് 16 മാർപ്പാപ്പ വിശുദ്ധ ജോവാനെ ഉയർത്തി.